യു ഡി എഫിന് ആശ്വാസം നൽകിക്കൊണ്ട് ദേശീയ ഏജൻസിയായ വോട്ട് വൈബ് സർവേ യു ഡി എഫിന് ആശ്വാസം നൽകുന്നു. രണ്ടാഴ്ചക്കിടെയാണ് ഈ സർവേ പുറത്തു വന്നിരിക്കുന്നത്. ഈ സർവേ എത്രത്തോളം ആധികാരികമാണെന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. 10,000-ലധികം പേരെയാണ് ഫോണിൽ ബന്ധപ്പെട്ട് സർവേ നടത്തിയതെന്ന് ഇവർ പറയുന്നു. അല്ലാതെ കേരളത്തിലെ പ്രാദേശിക നേതാക്കളുമായി ബന്ധപ്പെട്ടും മറ്റ് പല വിധത്തിലുള്ള ക്രൈസ്തവ മേധാവികൾ, മുസ്ലിം മേധാവികൾ, മറ്റ് സാമുദായിക സംഘടനാ മേധാവികൾ തുടങ്ങിയവരുമായി ബന്ധപ്പെട്ടുമാണ് വോട്ട് വൈബ് സർവേ നടത്തിയതെന്ന് പറയുന്നു. എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സെമി ഫൈനലാണ്. ആ സെമി ഫൈനൽ സ്വാഭാവികമായും LDF ജയിച്ചു കയറും എന്നാണ് വോട്ട് വൈബ് പറയുന്നത്. എന്നാലും UDFന് സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിയും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDFന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിയും. ഇതാണ് വോട്ട് വൈബ് പറയുന്നത്. 10,000-ലധികം പേര് ഫോണിൽ ബന്ധപ്പെട്ട് മറ്റു പല പ്രമുഖരുമായി സംസാരിച്ചുമൊക്കെയാണ് സർവേ നടപ്പാക്കിയത്. എന്തായാലും വോട്ട് വൈബ് സർവേയിൽ പറയുന്നത് ഇങ്ങനെയാണ്: സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്ന് 48% പേർ വോട്ട് വൈബിനോട് പറഞ്ഞു. അവരിൽ 41% പേരും സ്ത്രീകളാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറഞ്ഞ 48%-ൽ പലരും യുവാക്കളും യുവതികളുമാണ് എന്നതാണ് ശ്രദ്ധേയം. നിലവിലെ MLA-മാരെ ആരും പിന്തുണയ്ക്കുന്നില്ല എന്നതും ശ്രദ്ധേയം. നിലവിലെ MLA-മാരെ എത്ര പേർ പിന്തുണയ്ക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ 23% പേരാണ് നിലവിലെ MLA-മാരെ പിന്തുണയ്ക്കുന്നത്. അതേസമയം 65% പേർ നിലവിലെ MLA-മാരെ എതിർക്കുന്നു. മന്ത്രിമാരുടെ കാര്യത്തിൽ മറ്റൊരു രീതിയിലാണ് ജനങ്ങളുടെ പോക്ക്. മന്ത്രിമാരുടെ കാര്യത്തിലാണെങ്കിൽ വോട്ട് വൈബ് പറയുന്നതനുസരിച്ച് 40% പേർ മന്ത്രിമാരെ പിന്തുണയ്ക്കുമ്പോൾ 60% പേർ മന്ത്രിമാരെ എതിർക്കുന്നു. UDF അധികാരത്തിൽ വരുവാൻ ആഗ്രഹിക്കുന്നു ജനങ്ങൾ എന്നാണ് വോട്ട് വൈബ് സർവേ പറയുന്നത്. UDFന് വേണ്ടി ആര് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരും എന്നത് വളരെ തമാശയാണ്. അതിൽ ശശി തരൂറാണ് ഏറ്റവും മുന്നിൽ. ഈ സർവേയിൽ പങ്കെടുത്ത 29% പേർ ശശി തരൂർ മുഖ്യമന്ത്രിയാകുന്നത് ആഗ്രഹിക്കുന്നു. VD സതീശൻ്റെ ഗതി അധോഗതിയാണ്. ഈ സർവേ അനുസരിച്ചാണെങ്കിൽ, വോട്ട് വൈബ് സർവേ അനുസരിച്ചാണെങ്കിൽ VD സതീശനെ പിന്തുണയ്ക്കുന്നത് 4.75% പേരാണ്. രമേശ് ചെന്നിത്തലയുടെ കാര്യവും അദ്ദേഹം പോലെ തന്നെ. എന്നാലും VD സതീശനേക്കാൾ റേറ്റിംഗിൽ രമേശ് ചെന്നിത്തല മുന്നിലാണ്. 8.25% പേരാണ് രമേശ് ജിയെ പിന്തുണയ്ക്കുന്നത്. ഇനി പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയായി വരണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു എന്ന ചോദ്യത്തിന് 17.5% പേർ മാത്രമാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നത്. പിണറായി വിജയനേക്കാൾ മുകളിലാണ് ശൈലജ ടീച്ചറുടെ റേറ്റിംഗ്. ശൈലജ ടീച്ചറെ 24% പേർ പിന്തുണയ്ക്കുന്നു. ആ 24% പേരിൽ 20% പേരും സ്ത്രീകളാണ്. പിണറായി വിജയനെ പിന്തുണയ്ക്കുന്നതിൽ ഭൂരിഭാഗം പേരും പുരുഷന്മാരാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലിനെ 4% പേർ മുഖ്യമന്ത്രിയായി പിന്തുണയ്ക്കുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ സണ്ണി ജോസഫിനെ 2% പേർ മുഖ്യമന്ത്രിയായി പിന്തുണയ്ക്കുന്നു. ഇതാണ് വോട്ട് വൈബ് സർവേ പറയുന്നത്. എന്തായാലും കോൺഗ്രസിന് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ട് വൈബ് സർവേ ആശ്വാസമായി മാറിയിരിക്കുന്നു. പക്ഷേ ഈ സർവേ എത്ര കണ്ട് ഫലപ്രദമാണ് എന്നതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ ഇനിയുമുണ്ട്. കാരണം ഈ ഫോണിലൊക്കെ ബന്ധപ്പെടുമ്പോൾ, വോട്ട് വൈബ് പറയുന്നത് ഫോണിൽ ബന്ധപ്പെടുമ്പോൾ അവർക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റും, അല്ലാതെ ബന്ധപ്പെട്ടാൽ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ്. പക്ഷേ ഫോണിലൂടെയൊക്കെ ബന്ധപ്പെടുമ്പോൾ ഈ സർവേക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടാകും. കാരണം ഫോണിലൂടെ ആൾക്കാർ തിരക്കിലായിരിക്കും, പല വിധത്തിലുള്ള ജോലിക്കിടയിലൊക്കെ ആയിരിക്കും ഈ ഫോൺ ചെല്ലുന്നത്. അങ്ങനെയൊക്കെ കടന്നു വരാം.
മറ്റൊന്ന്, ശശി തരൂരിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അതിലും ഒരു വലിയൊരു തെറ്റുണ്ട്. കാരണം ശശി തരൂരിനെ ഇപ്പോൾ കോൺഗ്രസ്സുകാർ ആരും പിന്തുണയ്ക്കുന്നില്ല. അപ്പോൾ ശശി തരൂരിന് സ്വാഭാവികമായും കേരളത്തിൽ ഒരിടമുണ്ട്. ശശി തരൂർ യഥാർത്ഥത്തിൽ BJP-യിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ BJP-യുടെ ആൾക്കാർ തന്നെ ആയിരിക്കണം ശശി തരൂരിന് പിന്തുണ നൽകിയ 29% പേർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ശശി തരൂർ അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP-യുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരും എന്നൊക്കെയുള്ള വാർത്തകൾ സജീവമാണ്. പൊളിറ്റിക്സ് കേരള അത് പുറത്ത് വിട്ടിട്ടുമുണ്ട്. അപ്പോൾ ഏറ്റവും ദയനീയം VD സതീശൻ്റെ ഗതിയാണ്. VD സതീശനെ പ്രതിപക്ഷ നേതാവായി ഗർജിക്കുന്ന സിംഹമായി അങ്ങനെ നടക്കുന്ന VD സതീശനെ 4.75% പേരാണ് പിന്തുണയ്ക്കുന്നത്. അതിൽ നിന്നും പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടെന്നുള്ളതും ശ്രദ്ധേയം. 8.25 പേരാണ് രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF-ന് വലിയ പ്രതീക്ഷ വേണ്ട എന്ന് തന്നെ വോട്ട് വൈബ് പറയുന്നു. മാത്രമല്ല മറ്റൊരു കാര്യം പറയുന്നു, BJP-ക്ക് ഇത്തവണ അനുകൂലമായ ഘടകം കേരളത്തിൽ ഇല്ല. ഒരു സീറ്റ് പോലും BJP നേടാനുള്ള സാധ്യതയും ഇല്ല എന്നാണ് വോട്ട് വൈബ് പറയുന്നത്. അതേസമയം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം, പാലക്കാട്, തൃശ്ശൂർ തുടങ്ങിയ ജില്ലകളിൽ വൻപിച്ച മുന്നേറ്റം BJP നടത്തും എന്നും വോട്ട് വൈബ് സർവേ പറയുന്നു. അതിനർത്ഥം BJP-ക്ക് ഇനി വലിയ മനപ്പായസം ഉണ്ണണ്ട എന്നാണ്. BJP മനപ്പായസം ഉണ്ണണ്ട എന്നാണ് വോട്ട് വൈബ് സർവേ പറയുന്നത്. എന്തായാലും ഏറ്റവും പുതിയ സർവേയാണ്. ആ ഏറ്റവും പുതിയ സർവേ എക്സ്ക്ലൂസീവായി തന്നെ പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നു.